താമര കൃഷിയിലെ മികവിന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം സ്വന്തമാക്കി ഒരു തിരുവല്ലക്കാരി. തിരുവല്ല തുകലശ്ശേരി സ്വദേശി അജിത KV വികസിപ്പിച്ച ഹൈബ്രിഡ് താമരകൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം. തിരുവല്ല തുകലശ്ശേരി സ്വദേശിനി KV അജിത വികസിപ്പിച്ച മയൂരി ഇനം പൂക്കൾ നിറവും വലിപ്പവും കൊണ്ട് പ്രത്യേകത നിറഞ്ഞതാണ്. പുതിയ സസ്യ ഇനങ്ങൾ വികസിപ്പിക്കുന്നവർക്ക് അവകാശ സംരക്ഷണം നൽകുന്നതിനോടൊപ്പം കർഷകരുടെ പരമ്പരാഗത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് പ്ലാന്റ് വെറൈറ്റി പ്രൊട്ടക്ഷൻ ആൻഡ് ഫാമേഴ്സ് റൈറ്റ്സ് അതോറിറ്റിയുടെ അംഗീകാരം. ചെറിയ കണ്ടെയ്നറുകളിലും കുളങ്ങളിലുമുള്ള താമര കൃഷിക്ക് മയൂരി ഇനം അനുയോജ്യമാണ്. പനീറിനം ധാരാളം ഇതളുകളുള്ള ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള പൂക്കളും മനോഹരമായ സുഗന്ധമുള്ളതുമാണ്. താമരപ്പൂക്കളോടുള്ള ഇഷ്ടം കാരണം വീടിന്റെ മട്ടുപ്പാവിൽ 8 വർഷം മുൻപ് തുടങ്ങിയ താമര കൃഷി ഇന്ന് മികച്ച ഒരു വരുമാന മാർഗം കൂടിയാണ്. കേരളത്തിൽ ഇനിയും ധാരാളം പേർ ഈ കൃഷിയിലേക്ക് തിരിയണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അജിത പറഞ്ഞു. കുറച്ച് പേരിലാണ് ഈ വിപണി ഉള്ളത്. താമര ഫീൽഡിൽ കുറച്ച് ഓൺലൈന് അങ്ങനെയുള്ള ആൾക്കാർ. സത്യത്തിൽ ഇത് കേരളത്തിൽ മൊത്തത്തിൽ ചുരുക്കം. സാധാരണ നമ്മുടെ നേഴ്സുകളിലൊക്കെ റോസൊക്കെ വരുന്ന പോലെ ഇതെങ്ങും അധികമായിട്ടില്ല. ഉണ്ട് എങ്കിലും അധികമായിട്ടില്ല. അപ്പം നമ്മൾ കൂടുതൽ ഏരിയ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇത് കൂടുതൽ വിപുലീകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കൂടുതലും ആൾക്കാരിലേക്ക് എത്തിക്കണം. കാരണം ഈ പൂവെന്ന് പറയുന്നത് നമുക്ക് ട്യൂബർ സെയിൽ ചെയ്യാൻ മാത്രമല്ല, പൂക്കൾ ക്ഷേത്രത്തിൽ വിൽപ്പനയ്ക്ക് വേണമെങ്കിൽ എടുക്കും. ഒരു പൂവിന് നമുക്ക് 30-35 രൂപ വെച്ച് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം അതും ഒരു നല്ല വരുമാന മാർഗമാണ് പൂക്കളും. പീച്ച് ലേഡി, വജ്ര, ബേബി ക്വീൻ, മാരിഗോൾഡ്, സ്നോബോൾ തുടങ്ങി സ്വന്തമായി നിർമ്മിച്ച 15 വെറൈറ്റികൾ ഉൾപ്പെടെ 75 തരം താമര ഇനങ്ങളാണ് പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പിന്തുണയോടെ അജിതയുടെ വീട്ടിന്റെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നത്. താമര കൃഷിക്കൊപ്പം വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ വിളയിക്കുന്ന ചെറിയൊരു അടുക്കളത്തോട്ടവുമുണ്ട്. സ്ഥലപരിമിതി ഉണ്ടെങ്കിലും ചെറിയൊരു ഫലവൃക്ഷത്തോട്ടവും അജിതയുടെ പരിപാലനത്തിലുണ്ട്. പൂർണ്ണ പിന്തുണയുമായി ഭർത്താവ് പ്രദീപ് കുമാറും മകൻ പ്രജിത്തും കൂടെ തന്നെയുണ്ട്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.